മുംബൈയിലെ ധാരാബി എന്ന സ്ഥലത്ത് പാവപ്പെട്ടവരെല്ലാവരും കുടില് കെട്ടിയാണ് താമസിച്ചിരുന്നത്. അവിടെ മഹേഷും ഭാര്യയും താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊരു പുത്രനുണ്ടായിരുന്നു. അവന്റെ പേരവർ വളരെ സ്നേഹത്തോടെ അമിതാഭ് ബച്ചന്റെ പേര് കാരണം വിജയനാക്കി. അതെ വിജയുടെ മമ്മി, രാത്രിയായി. നിന്റെ കൈകൊണ്ട് ചൂടുള്ളൊരു ചായ ഉണ്ടാക്കിത്താ. ഇപ്പൊ ഉണ്ടാക്കിത്തരാം, നിങ്ങൾ വിജയുടെ കൂടെ കളിക്കൂ. അപ്പോഴേക്കും അയൽപക്കക്കാരിയായ 8 വയസ്സുള്ള ഒരു കുട്ടി രാഗിണി അവിടെ വരും. അങ്കിളേ, എന്താ ഒറ്റയ്ക്കാണോ കളിക്കാൻ പോണേ? എന്നെയും കൂടെ കളിപ്പിക്കോ? വരൂ രാഗിണി, നമുക്ക് ഒരുമിച്ച് കളിക്കാം. വിജയ്, ഞാൻ തമാശ പറഞ്ഞതായിരുന്നു. ഞാനിവിടെ കളിക്കാൻ വന്നതല്ല, ആന്റിയുടെ പാല് വാങ്ങാൻ വന്നതാ. ആ മോളെ, അകത്ത് വാ, എത്ര വേണോ എടുത്തോട്ടോ. രാഗിണി അകത്ത് കയറി അവിടെ ഇരുന്ന പാൽ പാത്രം കൊണ്ടുപോകും. പോകുന്ന വഴിക്കൊന്ന് തിരിഞ്ഞ് വിജയനൊന്ന് നോക്കി ചിരിക്കും. വിജയ്, ഞാൻ നാളെ രാവിലെ വരാം കേട്ടോ, നമുക്ക് വന്നിട്ട് കളിക്കാം. ശരി രാഗിണി, പക്ഷെ നാളെ സ്കൂളിലല്ലേ, നേരത്തെ സ്കൂളിൽ പോകണം. ശരി വിജയ്, ബൈ. രാഗിണി അവിടുന്ന് പോയി. എന്നാൽ വിജയുടെ അച്ഛനും വിജയുടെ അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. കണ്ടില്ലേ വിജയുടെ മമ്മി, രാഗിണിയും വിജയും നല്ല സുഹൃത്തുക്കളായി. ആ, കാണാം കാണാം, നിങ്ങളെപ്പോലെ തന്നെയല്ലേ വിജയ്. വിജയുടെ കുടുംബവും രാഗിണിയുടെ കുടുംബവും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയും രാഗിണിയും തമ്മിൽ ചെറുപ്പം തൊട്ടേ നല്ല സൗഹൃദത്തിലായിരുന്നു. ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും. എല്ലാം നന്നായി പോവുകയായിരുന്നു. പിന്നീടൊരു ദിവസം പെട്ടെന്ന് അവിടെ സുനാമി വന്നു. ഇത് കാരണം എല്ലാ വീടുകളും മുങ്ങിപ്പോകും. വിജയ് അങ്ങനെ ഒഴുകിപ്പോയി. ഒഴുകി ഒഴുകി ഒരു കല്ലിൽ ചെന്ന് തടയും. അവൻ ആ കല്ലിൽ തന്നെ പിടിച്ചു നിന്നു. അവൻ നോക്കുമ്പോൾ രാഗിണിയും ആ കല്ലിൽ തന്നെ പിടിച്ച് കരയായിരുന്നു. വിജയ്, അമ്മ അച്ഛനും ഒഴുകിപ്പോയി. റാണി, എന്റെ അച്ഛനും അമ്മയും പോലും കാണാനില്ല. പേടിക്കണ്ട, നമുക്ക് പരസ്പരം തുണയായിട്ടിരിക്കാം. വിജയ്, അമ്മ അച്ഛനും പോയി. ആ കൊടുങ്കാറ്റ് ഭയങ്കര ഭീകരമായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കയറി എല്ലാം നശിപ്പിച്ചിരുന്നു. കുറെ പേര് ആ വെള്ളത്തിന്റെ ഒഴുക്കിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. രാഗിണിയും വിജയന്റെ കുടുംബത്തിനെയും കിട്ടിയില്ല. അവരവരുടെ അച്ഛനും അമ്മയും തപ്പി നടന്നു, പക്ഷെ കിട്ടിയില്ല. വിജയ്, എനിക്ക് എന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഇപ്പൊ ഈ ഭൂമിയിൽ എനിക്ക് നീ അല്ലാണ്ട് ആരുമില്ല. രാഗിണി, എനിക്ക് വേണ്ടിയും ഈ ലോകത്ത് ആരുമില്ല. നമുക്ക് പരസ്പരം തുണയായിട്ട് ജീവിക്കാം. നമുക്കൊപ്പം ജീവിതം നയിക്കാം. വിജയ്, ഈ ഭൂമിയിൽ എനിക്ക് ആരുമില്ല. നീ എന്നെ ഇട്ടിട്ട് പോവല്ലേ. രാഗിണിയും വിജയും ഒരു അനാഥാശ്രമത്തിൽ ജീവിച്ചു. പയ്യെ പയ്യെ വലുതായപ്പോ അവർ ആശ്രമത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. വിജയ്, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്തുപോയി ജോലി നോക്കിയാലോ? എന്നിട്ട് നമുക്കൊരു വീടും നോക്കാം. വിജയ് ആണെങ്കിൽ ജോലി തപ്പി ഇറങ്ങി. ഒരു ഹോട്ടലിൽ അവന് വെയിറ്ററിന്റെ ജോലി കിട്ടി. വിജയ്, ചെറുപ്പം തൊട്ടേ നമ്മൾ ഒരുമിച്ചല്ലേ, പക്ഷെ നമ്മളിപ്പോ വലുതായില്ലേ. ആരെങ്കിലും നമ്മളോട് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തു പറയും? രാഗിണി, എന്റെ മനസ്സിലും ഈ ചോദ്യം കുറെ വന്നതാ. പക്ഷെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ ബന്ധത്തിന് ഒരു പേരിടാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കല്യാണം കഴിച്ചാലോ? നിനക്കെന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ വിജയ്? എനിക്ക് നീയല്ലാണ്ട് വേറൊരാളുടെ കൂടെയും ജീവിക്കാൻ സാധിക്കില്ല. എന്നാ ശരി, ഞാൻ കുറച്ച് പണം ശേഖരിച്ചിട്ടുണ്ട്. നമുക്ക് നാളെ നമ്മുടെ അനാഥാശ്രമത്തിലേക്ക് പോവാം. എല്ലാവരോടും നമ്മുടെ കല്യാണത്തെക്കുറിച്ച് പറയുകയും ചെയ്യാം. രാഗിണിയും വിജയും കൂടെ അടുത്ത ദിവസം അനാഥാശ്രമത്തിൽ പോയി. എന്നിട്ട് അവരുടെ കല്യാണക്കാര്യം നടത്തിപ്പുകാരന്റെ അടുത്ത് പറഞ്ഞു. വിജയ്, എനിക്ക് വളരെ സന്തോഷമായി. ഇന്നു മുതൽ നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കാൽവെക്കുകയാണ്. ഈ കാര്യം ഇവിടുത്തെ എല്ലാ അനാഥ കുട്ടികളോടും പറയണം. ഞങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം വളരെ മികച്ച രീതിയിൽ നടത്തും. കുറെ മാസങ്ങൾക്ക് ശേഷം അടിപൊളിയായി രണ്ടുപേരുടെയും വിവാഹം നടന്നു. അങ്ങനെ രണ്ടുപേരും ഒരു ചെറിയ കുടിലിൽ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, വിജയ്, എത്ര നാളെ നമ്മളിവിടെ താമസിക്കും? എനിക്ക് നല്ലൊരു വീട് വേണം, അതാ എന്റെ ആഗ്രഹം. വിജയ്ക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു ഭാഗം അവൻ അനാഥാശ്രമത്തിൽ കൊടുക്കുമായിരുന്നു. ബാക്കി കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തുമായിരുന്നു. ഒരു ദിവസം ആ ഹോട്ടലും അടച്ചുപൂട്ടി. രാഗിണി, ദൈവം നമ്മുടെ രണ്ടുപേരുടെയും മാതാപിതാക്കളെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോയി. അതിനുശേഷം സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹവും ജോലിയും നഷ്ടപ്പെട്ടു. വിജയ്, ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും വലിയൊരു കാരണം ഉണ്ടാകും. വിജയ് രാഗിണിയും അവരുടെ വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ നഗരസഭയിലെ കുറച്ച് ആൾക്കാർ വരും. നിങ്ങൾ രണ്ടുപേരും കേട്ടില്ലേ ഈ സ്ഥലമൊക്കെ കാലിയാക്കി പോകാൻ വേണ്ടി പറഞ്ഞത്? ഇത് സർക്കാർ നിങ്ങളുടെ അച്ഛനിൽ നിന്ന് വാങ്ങിയതാ. അച്ഛൻ നിങ്ങളോട് സ്നേഹത്തോടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പോയ പിന്നെ എന്താ അർത്ഥമുള്ളത്? ആ ശരി ശരി, രാവിലെ തന്നെ പെട്ടിയും കിടക്കെടുത്ത് പോക്കോ, അല്ലെങ്കിൽ ഞാൻ ബുൾഡോസർ വെച്ച് ഇതൊക്കെ തകർത്ത് കളയും. ഇത്രയും പറഞ്ഞ് അവരവിടുന്ന് പോയി. അപ്പോഴേക്കും അനാഥാശ്രമം നടത്തുന്ന നടത്തിപ്പുകാരൻ അവിടെ വരും. വിജയ് മോനെ,
നമ്മുടെ അനാഥാശ്രമം ആരോ ബോധപൂർവം നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ അനാഥാശ്രമത്തിൽ റെയ്ഡും നടന്നു. ആ സ്ഥലം സർക്കാരിന് കൊടുക്കേണ്ടി വരും. ആ ആശ്രമത്തിൽ കഴിയുന്ന എല്ലാ കുട്ടികളും വീണ്ടും അനാഥരായി. നോക്കൂ, എല്ലാ കുട്ടികളും പുറത്താ. ആ പാവങ്ങൾ എവിടെ പോവും? വിജയാണെ രാഗിണിയുടെ കൂടെ ജീവിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ സ്വപ്നം കാണുകയായിരുന്നു. ആ സ്വപ്നവും തകർന്നുപോയി. ബാബ അത് അനാഥാശ്രമം മാത്രമല്ലായിരുന്നു, നമ്മളെപ്പോലത്തെ അനാഥർക്ക് ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കടമയാണ് അവരെ സംരക്ഷിക്കേണ്ടത്. വിജയ്, നമുക്കിവിടെ താമസിക്കാൻ പറ്റില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കുടില് കെട്ടാം. എന്നിട്ട് ആലോചിക്കാം ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന്. അതേ രാഗിണി, നീ പറഞ്ഞ വളരെ ശരിയാ. വിജയും രാഗിണി അവരുടെ സാധനങ്ങൾ എടുക്കും. അങ്ങനെ അവരവിടുന്ന് നടക്കാൻ തുടങ്ങി. കുറെ മണിക്കൂറുകൾ നടന്നതിന് ശേഷം അവരൊരു സ്ഥലത്തെത്തി. അവിടെ മലയുടെ അടുത്ത് വിജനമായ ഒരു സ്ഥലം അവർ കാണും. ബാബ, ഈ പ്രദേശം വളരെ വിജനമാണ്. ഈ കുന്നിന്റെ വശത്ത് നമ്മളെ ശല്യപ്പെടുത്താൻ ആരും വരില്ല. നമുക്കെന്തായാലും ഇവിടെ ക്യാമ്പ് ചെയ്യാം. അതേ മോനെ, നീ പറഞ്ഞത് വളരെ ശരിയാ. രാത്രിയിൽ രാഗിണിയും വിജയും കൂടെ അവരുടെ കുടിലിൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. നോക്കൂ രാഗിണി, ഇപ്പോഴെന്തൊക്കെയാ സംഭവിച്ചത്? ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. ഞാൻ വിചാരിച്ചത് ഒരുപാട് പണം സമ്പാദിച്ച് നമുക്കൊരു നല്ല ബെഡ്റൂം ഉണ്ടാക്കണമെന്നാ. നമുക്ക് വേണ്ടി വലിയൊരു വീടുണ്ടാക്കി അവിടെ എല്ലാ കുട്ടികളെയും പാർപ്പിക്കണം. പക്ഷെ എല്ലാ സ്വപ്നവും തകർന്നുപോയി. സംസാരിച്ച് രാഗിണിയും വിജയും ഉറങ്ങിപ്പോയി. അപ്പോഴേക്കും രണ്ടുപേരും ഒരേ സ്വപ്നം കാണും. അന്ന് ആ സ്വപ്നത്തിൽ വിജയുടെ അച്ഛനും അമ്മയും രാഗിണിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. മക്കളെ, നിങ്ങളെ ഇങ്ങനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചല്ലോ. കൂടാതെ എല്ലാ അനാഥ കുട്ടികളെയും നിങ്ങൾ പരിപാലിക്കുന്നു. അതുകൊണ്ട് പരമാത്മാവാണ് നിങ്ങളെ സഹായിക്കാനായി ഞങ്ങളെ അയച്ചത്. അപ്പോഴേക്കും അവിടെ മഞ്ഞ നിറത്തിൽ കിരണങ്ങൾ വന്നു. അപ്പോഴേക്കും അവർ കണ്ണു തുറന്നപ്പോഴേക്കും അവര് രണ്ടുപേരും സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ടിലായിരുന്നു. വിജയ് സ്വർണത്തിന്റെയും രാഗിണി വെള്ളിയുടെ കട്ടിലും. വിജയ്, ഇതൊക്കെ എന്താണ്? എന്റെ സ്വപ്നത്തിൽ അച്ഛനും അമ്മയും വന്നിരുന്നു. നീയും അങ്ങനെയാണോ കണ്ടത്? അതെ രാഗിണി, എന്റെ സ്വപ്നത്തിലും അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇതെല്ലാം അവർ ചെയ്തതാ. വരൂ, നമുക്ക് പുറത്തു പോയി നോക്കാം. വിജയും രാഗിണിയും പുറത്തേക്ക് വന്ന് നോക്കിയപ്പോ അവർക്ക് വിശ്വസിക്കാനായില്ല. ഒരു വലിയ കൊട്ടാരം തന്നെയായിരുന്നു അത്. മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കുട്ടികളെ രക്ഷിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്തു. കുട്ടിക്കാലത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സൗഹൃദം ഉപേക്ഷിച്ചില്ല. ഇപ്പോൾ ഇവിടെയുള്ള അനാഥ കുട്ടികളെല്ലാം നിങ്ങൾ സംരക്ഷിക്കുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും പുണ്യം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. വിജയ്, ഞാൻ പറഞ്ഞില്ലേ, ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കും. ദൈവം നമ്മുടെ അച്ഛനും അമ്മേന്റെ രൂപത്തിൽ വന്ന് നമ്മളെ സഹായിച്ചു. ഈ കൊട്ടാരത്തിൽ കാശ് അതും ഇതും ഒക്കെ ഉണ്ട്. വിജയ് ആ കൊട്ടാരത്തിന്റെ അകത്ത് ഒരു ഹോട്ടലും ഒരു അനാഥാശ്രമവും തുടങ്ങി. അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ସକାଳୁ ରେଖା 3 ଥର ହଲୱା ତିଆରି କରି ଦେଖି ସାରିଥିଲା, କିନ୍ତୁ ହଲୱା ତାପରେ ବି ପରଫେକ୍ଟ ହଉନଥିଲା। ରେଖା ଜୋରରେ ରାଗିଗଲା। କଣ ମମି, ଇଏ ହଲୱା ବଲୱା ମୋ ଦ୍ୱାରା ହଉନି ଜମାରୁ। ମୁଁ ଆଉ ବନେଇବିନି। ସକାଳୁ 3 ଥର ଟ୍ରାଏ କରିସାରିଲିଣି। କେବେ ଘିଅ କମ ହେଇଯାଉଛି ତ କେବେ ଚିନି କମ ହେଇଯାଉଛି। ଏବେ ଦେଖ ପୁରା ପାଣିଆ ହେଇଗଲାଣି। ରେଖା, ପୂର୍ବ ଗୋଟିଏ ସପ୍ତାହରୁ ମୁଁ ତତେ ଶିଖଉଛି, କିନ୍ତୁ ଯେତେବେଳେ ଖାଦ୍ୟ ସାମଗ୍ରୀ ମାପିବୁ ସେତେବେଳେ ଜଣା ନାହିଁ ତ ଧ୍ୟାନ କୋଉଠି ଥାଏ। ସୋସିଆଲ ମିଡିଆରେ ଦେଖିଲା ପରେ ବି ଶିଖୁନୁ। ଖାଲି ଗୋଟେ ଜିନିଷ ହେଇପାରିବ, ଯାଦୁ। ଯଦି ବାହା ହେଇକି ଗଲୁ ତାହେଲେ ଯାଦୁ କାମ ଦବ, କିନ୍ତୁ ତୋ ଶାଶୁ ତ ମତେ ଖୁଣ୍ଟା ମାରିବ। ସେ ଝିଅକୁ କିଛି ବି ଶିକ୍ଷା ଦିଆହେଇନି। ମମି, ହୋପ୍ କରୁଛି ମତେ ଏମିତି କିଛି ମ୍ୟାଜିକାଲ ଜିନିଷ ହିଁ ମିଳିଯାଉ, ଯେମିତି ମ୍ୟାଜିକରେ ହଲୱା ହେଇଯାଉ। ଯଦି ଯାଦୁରେ ସବୁ ରୋଷେଇ ହୁଅନ୍ତା ତ ମା ଦିନ ସାରା ରୋଷେଇ ଘରେ ରୁହନ୍ତାନି, ଆଉ ମ୍ୟାଜିକରେ ହିଁ ଖାଇବା ତିଆରି ହେଇଥାନ୍ତା। ଏଗୁଡ଼ା ସବୁ କାହାଣୀରେ ହୁଏ, ସତରେ ଏଇସବୁ ଜିନିଷ ଜମାରୁ ହୁଏନି, ପରିଶ୍ରମ କରିବାକୁ ପଡେ। କିନ୍ତୁ ରେଖା ମନରେ ତାହା ଘର କରିନେଲା। 15 ଦିନ ପରେ ତାର ବାହାଘର ଥିଲା, ଆଉ ତା ଶାଶୁ ଆଗରୁ ହିଁ କହିଦେଇଥିଲା ନୂଆ ବୋହୂ ହାତରୁ ସବୁଠୁ ପ୍ରଥମେ ହଲୱା ତିଆରି ହବ। ରେଖା ଏବେ ଏଇ ଚିନ୍ତାରେ ପଡ଼ିଗଲା କି କାଳେ କୌଣସି ଯାଦୁରେ ସେ ହଲୱା ତିଆରି କରିବ। ଶୀତ ଦିନ ଥିଲା। ରେଖା ଦିନେ ବଜାରରୁ ବାହାଘର ସପିଂ କରି ଆସୁଥିଲା। ସେ ନିଜ ମମିକୁ କହିଲା, ମମି, ଘରର ସବୁ କାମ ହେଇଯାଇଛି, ତମେ ଏଇ ପଲିଥିନ୍ ନେଇକି ସବୁ ଘରକୁ ଯାଅ, ମୁଁ ଟିକେ ଶୀତଲ ଘରୁ ଚାଲି ଆସେ। ତା ଘରୁ ମୋ ମେକଅପ୍ କିଟ୍ ନେବାର ଥିଲା ତ ସେ କିଛି ଜିନିଷ ଅନଲାଇନ୍ ବି ମଗେଇଥିଲା। ସନ୍ଧ୍ୟାବେଳେ ଅଧିକ ଥଣ୍ଡାରେ ବୁଲିବନି, ନହେଲେ ଦେହ ଖରାପ ହବ। ଆଉ ଏମିତିରେ ବି ମୋ ବାହାଘର ଆସିଲେ ତମେ ହିଁ ଖଟିବ, ବୁଝିଲ? ହଁ, ତୁ ଠିକ୍ କହୁଛୁ, ଜଲ୍ଦି ପଳେଇ ଆସିବୁ। ଠିକ୍ ଅଛି ମମି, ତୁ ଶାନ୍ତିରେ ଘରକୁ ଯା, ମୁଁ ଅନ୍ୟ ରିକ୍ସା ନେଇଯିବି। କେତେ ଥଣ୍ଡା ଲାଗୁଛି, ଆଜି ବୋଧେ ବହୁତ ଥଣ୍ଡା ଦିନ, ଆଉ ଥଣ୍ଡା ପବନ ବି ଦଉଛି। ମୋ ପାଖରେ ଗରମ ଶଲ୍ ଅଛି, ତାକୁ ଘୋଡ଼ାଇ ପକାଏ। ରେଖା ଶଲ୍ ନେଇ ନିଜକୁ ଘୋଡ଼ଉଥିଲା ଯେ ତେବେ ସାମ୍ନାରେ ଗୋଟିଏ ଗଛ ତଳେ ଥଣ୍ଡାରେ ଥରୁଥିବା ଗୋଟିଏ ବୁଢ଼ୀ ସ୍ତ୍ରୀ ଲୋକ ଉପରେ ପଡ଼ିଲା। ଆଖପାଖରେ ଲୋକ ଯାଉଥିଲେ, କିନ୍ତୁ କେହି ବି ସେ ବୁଢ଼ୀ ସ୍ତ୍ରୀ ଲୋକକୁ ଅନଉ ନଥିଲେ। ରେଖା ସେଇ ସ୍ତ୍ରୀ ଲୋକର ପାଖକୁ ଗଲା। ମାଉସୀ, ଥଣ୍ଡା ଏତେ ଜୋରରେ ବଢ଼ିଛି, ତମେ କ'ଣ କରୁଛ? ଗରମ କପଡ଼ା କାଇଁ? ନା ଝିଅ, ମୁଁ ବହୁତ ଗରିବ, ମୋ ପାଖରେ ଗରମ କପଡ଼ା ନାହିଁ ପିନ୍ଧିବାକୁ।
ହଉ ମାଉସୀ ନିଅ, ଏଇଥିରେ ଗରମ କପଡ଼ା ଅଛି ଆଉ ଷ୍ଟଲ୍ ବି ଅଛି, ତମର କାମ ଲାଗିବ। ତମେ ଏଇଟା ପିନ୍ଧ, ମୁଁ ସେତିକି ଭିତରେ ସାମ୍ନା ଦୋକାନରୁ କିଛି ଖାଇବା ପିଇବା ଜିନିଷ ନେଇ ଆସେ। ସେ ବୁଢ଼ୀ ଗରମ କପଡ଼ା ପିନ୍ଧିଦେଲା। ଏତିକିରେ ରେଖା ତା ପାଇଁ ଖାଇବା ପିଇବା ଜିନିଷ ନେଇ ଆସିଲା। ବୁଢ଼ୀ ସ୍ତ୍ରୀ ଲୋକ ବହୁତ ଖୁସି ହେଲା। ଝିଅ ତୁ ବହୁତ ଭଲ, ନହେଲେ ଆଜିକାଲି ଦୁନିଆରେ କିଏ ବା କାହିଁକି କୋଉ ଗରିବର ଏତେ ସାହାଯ୍ୟ କାହିଁ କରିବ। ଦେଖୁ ଦେଖୁ ସେଇ ବୁଢ଼ୀ ସ୍ତ୍ରୀ ଲୋକ ଗୋଟିଏ ସୁନ୍ଦର ପରୀରେ ବଦଳିଗଲା। ଡରନି, ମୋ ନାଁ ହେଉଛି ନୀଲମ ପରୀ। ମୋତେ ପୃଥିବୀ ପୃଷ୍ଠରେ ଗୋଟିଏ ବୁଢ଼ୀ ରୂପରେ ଚଳିବାର ଦଣ୍ଡ ମିଳିଥିଲା। ମୁଁ ପରୀଲୋକରେ ଗୋଟିଏ ବୁଢ଼ୀ ପରୀର ବହୁତ ଥଟ୍ଟା କରିଥିଲି, ସେଥିପାଇଁ ସିଏ ମୋତେ ଦଣ୍ଡ ଦେଇଥିଲେ। ସେମାନେ ଅଭିଶାପ ଦେଇଥିଲେ ଯେ ପୃଥିବୀ ପୃଷ୍ଠରେ ମୁଁ ଗୋଟେ ଗରିବ ବୁଢ଼ୀ ହେଇକି କଷ୍ଟ ପାଏ। ଯେପର୍ଯ୍ୟନ୍ତ ସ୍ୱଇଚ୍ଛାରେ କିଏ ମୋତେ ସାହାଯ୍ୟ କରିବନି ଆଉ ଦୟାଳୁ ମଣିଷ ଯେପର୍ଯ୍ୟନ୍ତ ସାହାଯ୍ୟ ନ କରିପାରିବ, ତେବେ ହିଁ ମୁଁ ପୂର୍ବ ରୂପକୁ ଆସିବି। ପୂର୍ବ 3 ଦିନ ହେଲା କେହି ସାହାଯ୍ୟ କରୁନଥିଲେ, ଆଉ ଆଜି ତମେ ମୋର ସାହାଯ୍ୟ କଲ। ସେଥିପାଇଁ ଆଜି ମୁଁ ପରଲୋକ ଫେରିଯିବି, ଆଉ ଯିବା ପୂର୍ବରୁ ମୁଁ ତମକୁ କିଛି ଦେବାକୁ ଚାହୁଁଛି। ମାଗ ମତେ, ତମେ କ'ଣ ଚାହୁଁଛ ମୋଠୁ? ନୀଲମ ପରୀ, ମୋର ତ କେବଳ ଗୋଟିଏ ଅସୁବିଧା। 2 ଦିନ ପରେ ହେଉଛି ମୋର ବାହାଘର। ମତେ ହାଲୱା ତିଆରି କରି ଆସେନି। ଆପଣଙ୍କ ପାଖରେ କିଛି ଉପାୟ ଅଛି ଯୋଉଦ୍ୱାରା ଯାଦୁଇ ହାଲୱା ତିଆରି ହବ ଆଉ ଶାଶୁଘରେ ମୋର ପ୍ରଶଂସା ହଉ? ଆଚ୍ଛା, ତ ଏହି କଥା। ରୁହ। ନୀଲମ ପରୀ ପବନରେ ବାଡ଼ି ବୁଲେଇଲା। ଏଇ ନିଅ ଯାଦୁଇ ଚିନି। ଯେତେବେଳେ ବି ତମେ ହାଲୱା ତିଆରି କରିବ, ସେଥିରେ ଏଇ ଚିନିକୁ ବ୍ୟବହାର କରିବ। ଚିନି ମିଶାଇବା ପରେ ସ୍ୱାଦିଷ୍ଟ ହାଲୱା ତିଆରି ହେଇଯିବ। ଥ୍ୟାଙ୍କ ୟୁ ସୋ ମଚ୍ ନୀଲମ ପରୀ, ଆଜି ତମେ ମୋର ବହୁତ ବଡ଼ ହେଲ୍ପ କରିଦେଲ। ନୀଲମ ପରୀଠାରୁ ଚିନି ନେଇ ରେଖା ଘରକୁ ଗଲା। ଚୁପଚାପ ସେଇ ଚିନି ପୁଟୁଳିକୁ ନିଜ ଆଟାଚ୍ ଭିତରେ ସେ ରଖିଦେଲା। 2 ଦିନ ପରେ ଧୁମଧାମରେ ରେଖାର ବାହାଘର ବିନୟ ନାମକ ପୁଅ ସହିତ ହୋଇଗଲା। ଦେଖ ବୋହୁମା, ତମର ବଡ଼ ଯା ପ୍ରଥମ ଦିନ ବହୁତ ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ ତିଆରି କରିଥିଲେ। ସେଇଦିନ ବର୍ଷା ଆମ ସମସ୍ତଙ୍କ ମନ ଜିତି ନେଲା, ଆଉ ଆଜି ସମସ୍ତଙ୍କ ପାଇଁ ତତେ ବି ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ ତିଆରି କରିବାର ଅଛି। ନୀଲମ ପରୀ ଦେଇଥିବା ସେଇ ଚିନିରେ ହାଲୁଆ ତିଆରି କରିଦଉଛି। ଯାଦୁଇ ହାଲୁଆ ଖାଇ ସମସ୍ତେ ମୋର ବହୁତ ପ୍ରଶଂସା କରିବେ। ରେଖା ନୀଲମ ପରୀ ଦେଇଥିବା ଚିନି ଯେମିତି ହିଁ ହାଲୁଆରେ ମିଶେଇ ଦେଲା, ହାଲୁଆ ରେଡି ହେଇଗଲା। ହାଲୁଆ ଖାଇକି ସମସ୍ତେ ବହୁତ ପ୍ରଶଂସା କଲେ, କାହିଁକି ନା ଯାଦୁଇ ହାଲୁଆ ସବୁଠୁ ସ୍ୱାଦିଷ୍ଟ ହୋଇଥିଲା। ରେଖାର ଏତେ ପ୍ରଶଂସା ଦେଖି ତା ବଡ଼ ଯା ପୁରା ରାଗି ଯାଉଥିଲା। ହେଇଟି ଶୁଣୁଛ, ଆମ ସାନ ବୋହୂ ଆମ ବଡ଼ ବୋହୂମା ଠାରୁ ବି ବଢ଼ିଆ ହାଲୁଆ ବନଉଛି। ଏବେ ବୋହୂକୁ ଟଙ୍କା ଦେଇଦିଅ। ହଁ ରେଖା ବୋହୂ, ତମେ ଆଜି ବହୁତ ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ ତିଆରି କରିଥିଲ। ସମସ୍ତଙ୍କ ମୁହଁରେ କେବଳ ତମରି ହାଲୁଆର ପ୍ରଶଂସା ଥିଲା। କାଲି ଘରେ ମହାପୂଜା ଅଛି, ଆଉ ମୁଁ ଚାହୁଁଛି ରେଖା ବୋହୂ ହାଲୁଆ ତୁ ତିଆରି କର। ବଡ଼ ବୋହୂ ପୁରୀ ତରକାରୀ ବନେଇଦବ। ତମ ବାହାଘର ପରେ କୁଳଗୁରୁ ପ୍ରଥମ ଥର ପାଇଁ ଘରକୁ ଆସୁଛନ୍ତି, ତାଙ୍କ ସ୍ୱାଗତ ଭଲରେ କରାଯାଉ। ଆଉ ଆମ ଘରର ରୀତିନୀତି ହିସାବରେ କୁଳଗୁରୁଙ୍କୁ ସର୍ବପ୍ରଥମେ ଆମ ଘରେ ନୂଆ ବୋହୂ ହାତର ହାଲୁଆ ହିଁ ଦିଆଯାଏ। ଠିକ୍ ଅଛି ମା, ମୁଁ ବନେଇଦେବି। ଆଟାଚ୍ରୁ ଚିନିର ପୁଟୁଳି ସେ କାଢୁଥିଲା, ସେତେବେଳେ ତା ବଡ଼ ଯା ତାକୁ ଦେଖିଦେଲା। ଏଇ ଚିନି ତ ମୋ ପାଇଁ ବହୁତ ଲକି। ଆଉ ଯଦି ଏ ଚିନି ନଥାନ୍ତା, ମୁଁ ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ କେମିତି ବନେଇଥାନ୍ତି? ଆଉ ସବୁଠୁ ଭଲ କଥା, ଏ ପୁଟୁଳିରୁ ମୁଁ ଯେତିକି ଚିନି କାଢୁଛି, ସେତିକି ଆପେ ଆପେ ଭରି ହେଉଛି। ଏଇ ସବୁ ନୀଲମ ପରୀର ଯାଦୁର କମାଲ। ଆଚ୍ଛା, ତାହେଲେ ଏଇ କଥା। ଏଇ ରେଖା ତ ହାଲୁଆରେ ଏଇ ଚିନି ବ୍ୟବହାର କରୁଛି, ନହେଲେ ତାର ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ ହଉଛି କେମିତି? ମୁଁ ଦେଖିବି କାଲି ସେ ହାଲୁଆ କେମିତି ବନେଇବ। ତା ପରଦିନ ପୂଜା ପାଇଁ ସେ ହାଲୁଆ ତିଆରି କରିବାକୁ ଯାଉଥିଲା। ଯେତେବେଳେ ସେ ଆଟାଚଟିକୁ ଦେଖିଲା, ଚିନିର ପୁଟୁଳି ନଥିଲା। ସେ ଚିନ୍ତିତ ହୋଇପଡ଼ିଲା। ରେଖା କାନ୍ଦିବା ଆରମ୍ଭ କଲା। ସେ କିଛି ବୁଝିପାରୁନଥିଲା, କିନ୍ତୁ ତାକୁ ହାଲୁଆ ବନେଇବା ବି ଜରୁରୀ ଥିଲା, କାହିଁକି ନା ତା ଶାଶୁ ତାକୁ ବାରମ୍ବାର ଡାକୁଥିଲା। ରେଖାକୁ ହାଲୁଆ ତିଆରି କରିବାର ଅଭ୍ୟାସ ପଡ଼ିଯାଇଥିଲା। ସେ ନିଜ ବୁଦ୍ଧିରେ ସବୁ ସାମଗ୍ରୀ ପକେଇ ସେ ହାଲୁଆ ତିଆରି କଲା। କୁଳଗୁରୁ ହାଲୁଆର ବହୁତ ପ୍ରଶଂସା କଲେ। ଏହା ଦେଖି ରେଖା ଆଚମ୍ବିତ ହୋଇପଡ଼ିଲା। ମୁଁ ତ ଏଇଥରକ ନୀଲମ ପରୀ ଦେଇଥିବା ଚିନି ହାଲୁଆରେ ପକେଇ ହିଁ ନାହିଁ, ଆଉ ଏତେ ସ୍ୱାଦିଷ୍ଟ କେମିତି ହେଇଗଲା? ଏଇଟା କେମିତି ସମ୍ଭବ? ମୁଁ ତ ଚିନିର ପୁଟୁଳି ଲୁଚେଇ ଦେଇଥିଲି। ଏ ପୂର୍ବ ପରି ସ୍ୱାଦିଷ୍ଟ କେମିତି ହାଲୁଆ ତିଆରି କରିଦେଲା? ତେବେ ରେଖା ସାମ୍ନାରେ ନୀଲମ ପରୀ ପ୍ରକଟ ହେଲେ। ରେଖା, ଚିନ୍ତା କରିବା ଜମାରୁ ଦରକାର ନାହିଁ। ଚିନି ପୁଟୁଳି ତ ବଡ଼ ଯା ରଖିଛି, ଆଉ କୁଆଡ଼େ ଲୁଚେଇ ଦେଇଛନ୍ତି। କିନ୍ତୁ ତମେ ଜାଣିନ, ବାରମ୍ବାର ହାଲୁଆ ତିଆରି ଅଭ୍ୟାସ ପାଇଁ ଏବେ ତମେ ନିଜେ ହିଁ ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ ତିଆରି କରୁଛ। ଗୋଟେ ଲୋକ ଯେତେବେଳେ ନିଜ କାମକୁ ଅଭ୍ୟାସ କରେ, ସେ ସେଇ କାମରେ ନିପୁଣ ହୋଇଯାଏ। ଯେମିତି ଏବେ ତମେ ହେଇଯାଇଛ ହାଲୁଆ ଏକ୍ସପର୍ଟ। ଏବେ ତମକୁ ମୋ ଚିନିର କୌଣସି ଆବଶ୍ୟକତା ହିଁ ନାହିଁ। ନୀଲମ ପରୀର କଥା ଶୁଣି ରେଖା ବହୁତ ଖୁସି ହେଇଗଲା, ଆଉ ତାର ବଡ଼ ଯା ସେଇଠି ରାଗିକି ତମ୍ ତମ୍ ହେଇ ସେଇ ଜାଗାରୁ ଚାଲିଗଲା। Thanks for watching.